മുസ്ലിങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രി ഇല്ലാത്തതെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വോട്ട് ചെയ്താലല്ലേ മുസ്ലിം എം.പി ഉണ്ടാകൂ, എം.പി ഇല്ല എങ്കിൽ എങ്ങനെ മന്ത്രി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. ഞങ്ങൾ ചെയ്തൊന്നുമല്ലല്ലോ, ഞങ്ങൾ ആരെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അല്ല, അത് കറക്റ്റാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചാലോ, മുസ്ലിംസ് ഞങ്ങൾ വോട്ട് തരുന്നില്ല, എന്തിനാണ് കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്നത്? അല്ല, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ ആർക്കാണ് ഏതെങ്കിലും ഗുണം കിട്ടുമോ? അല്ല, ഞാനത് കൃത്യമായി പറഞ്ഞില്ലേ. ഞാൻ അതിൽ ഒരു സംശയമില്ലല്ലോ. സമുദായം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങള്? അല്ല, മന്ത്രിമാരില്ലാന്ന് പറഞ്ഞാൽ എം പി ഇല്ല. അല്ല, ഗവർണൻസിൽ കയറാൻ ഒരു എം പി ആവണ്ടേ, മന്ത്രിയാവാൻ ഒരു എം പി ആവണ്ടേ? അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലമ, എവിടെ വെച്ചാണ് രാജീവ് ചന്ദ്രശേഖർ ഈ പരാമർശം നടത്തിയത്? എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? കോഴിക്കോട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കവെയാണ് വളരെ വിവാദപരമായ പരാമർശം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്നത്. മുസ്ലിങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രിമില്ലാത്ത അല്ലെങ്കിൽ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഇല്ലാത്തതെന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തില്ല, കോൺഗ്രസാണ് വോട്ട് ചെയ്യുന്നത്, പിന്നെ എന്തിന് ഞങ്ങൾ മന്ത്രിസ്ഥാനം കൊടുക്കണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ മുസ്ലിം എം പി ഉണ്ടാകുള്ളൂ, മുസ്ലിം എം പി ഉണ്ടായാൽ മാത്രമേ മുസ്ലിം മന്ത്രിമാരുണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം തന്നെ കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിലെ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി ഔട്ട്റീച്ച് പരിപാടികൾ നടത്തുന്നുണ്ട്, മുസ്ലിങ്ങളെ വീടുകളിൽ പോയി സന്ദർശിക്കുന്നതൊക്കെ ഉദ്ദേശിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം തന്നെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാത്ത സമുദായത്തിന് എന്തിന് ഞങ്ങൾ മന്ത്രിസ്ഥാനം കൊടുക്കണം എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കോഴിക്കോട് അദ്ദേഹം സംസാരിച്ചത്. നിരവധി തവണ അദ്ദേഹത്തിനുള്ളത് ആവർത്തി ചോദിച്ചെങ്കിലും അതൊരു ഫാക്റ്റാണ്. കേന്ദ്രമന്ത്രിസഭയിൽ ഇല്ല എന്നതൊരു ഫാക്റ്റാണ്. മാത്രമല്ല, അവർ ഞങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ മന്ത്രിസ്ഥാനം കൊടുക്കുന്നില്ല എന്ന് വളരെ വ്യക്തതയോടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇതൊരു ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഔട്ട്റീച്ചിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് അതിനുവേണ്ടി പ്രത്യേകം പദ്ധതികൾ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെയാണ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ കേന്ദ്രസഭ നൽകുന്നില്ല എന്ന അദ്ദേഹത്തിന് ബി.ജെ.പിയുടെ വിശദീകരണം കൂടി അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം അതിനെ മാറ്റി പറയാൻ ശ്രമിച്ചില്ല. അത് ഫാക്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പല ചോദ്യങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹം ആ ഒരു വർത്തമാനം അവസാനിപ്പിച്ചത്.